ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സിയോൻ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയിൽ പ്രവചന പുസ്തകങ്ങളെ ആസ്പദമാക്കി നടത്തിവരുന്ന നിസ്സി ബൈബിൾ ക്വിസിന്റെ ആദ്യ പ്രവചന പുസ്തകമായ യെശയ്യാവിന്റെ പ്രവചനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും ഈ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, വാടിപ്പോകുന്ന രണ്ട് സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഞാങ്ങണയും വേഴവും. യെശയ്യാവിന്റെ പ്രവചനം 19 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ചെത്തിക്കളയുന്നത് എന്തിനെയാണ്? ഉത്തരം ചില്ലിയെ. യെശയ്യാവിന്റെ പ്രവചനം 18 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ഏത് താഴ്വരയെക്കുറിച്ചാണ് 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം രഫയീം താഴ്വരയെക്കുറിച്ച്. അടുത്ത ചോദ്യം, പട്ടണത്തിന്റെ പേരിനകത്ത് ഒരു വൃക്ഷഭാഗം. ഏതാണ് പട്ടണം? ഉത്തരം അരോവേർ. വൃക്ഷഭാഗം വേർ. യെശയ്യാവിന്റെ പ്രവചനം 17 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആദരവോടെ സംസാരിച്ചത് ആരോടാണ്? ഉത്തരം യെരൂശലേമിനോട്. യെശയ്യാവിന്റെ പ്രവചനം 40 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, പുല്ല് തന്നെ ആരാണ്? ഉത്തരം ജനം. യെശയ്യാവിന്റെ പ്രവചനം 40 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, യഹോവയായ കർത്താവ് എന്തിനെയാണ് ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നത്? ഉത്തരം കുഞ്ഞാടുകളെ. യെശയ്യാവിന്റെ പ്രവചനം 40 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, വിഗ്രഹത്തിന് വെള്ളിച്ചങ്ങല തീർക്കുന്നത് ആരാണ്? ഉത്തരം തട്ടാൻ. യെശയ്യാവിന്റെ പ്രവചനം 40 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, എണ്ണ പൂശേണ്ടത് എന്തിനാണ്? ഉത്തരം പരിചയ്ക്ക്. 21 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ദേദാന്യരുടെ സ്വാർത്ഥഗണങ്ങൾ രാപാർക്കേണ്ടത് എവിടെയാണ്? ഉത്തരം അറബിയിലെ കാട്ടിൽ. യെശയ്യാവിന്റെ പ്രവചനം 21 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് യെരൂശലേമിലെ വീടുകളെ പൊളിച്ചു കളഞ്ഞത്? ഉത്തരം മതിൽ ഉറപ്പിക്കുവാൻ. 22 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ഭൂമിയിലെ സകല രാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം സോർ. 23 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, എന്താണ് ക്ഷയിച്ച് വാടിപ്പോകുന്നത്? ഉത്തരം ഭൂതലം. 24 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ഭൂവാസികൾക്ക് നേരിട്ടിരിക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം പേടിയും കുഴിയും കെണിയും. യെശയ്യാവിന്റെ പ്രവചനം 24 അധ്യായം 17 വാക്യം.
അടുത്ത ചോദ്യം, യഹോവ നഗരമല്ലാതെ വണ്ണം ആക്കി തീർത്തത് എന്തിനെയാണ്? ഉത്തരം, അന്യന്മാരുടെ അരമനകളെ. 25-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നേരുള്ളവരുടെ ദേശത്ത് അന്യായം പ്രവർത്തിക്കുന്നവൻ ആരാണ്? ഉത്തരം, ദുഷ്ടൻ. യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ കൊന്നുകളയുന്നത് എന്തിനെയാണ്? ഉത്തരം, സമുദ്രത്തിലെ മഹാസർപ്പത്തെ. 27-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, തളിർത്ത് പൂക്കുന്നത് എന്താണ്? ഉത്തരം, ഇസ്രയേൽ. 27-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തളിരുകളെ തിന്നുന്നത് ആരാണ്? ഉത്തരം, കാളക്കിടാവ്. 27-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തിരിച്ചറിവില്ലാത്ത ഒരു ജാതി ഏതാണ്? ഉത്തരം, സ്ത്രീകൾ. 27-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സൈന്യങ്ങളുടെ യഹോവ പട്ടണവാതിൽക്കൽ വെച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് എന്തായിരിക്കും? ഉത്തരം, വീര്യബലം. 28-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിതറുന്നത് എന്താണ്? ഉത്തരം, ജീരകം. 28-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സൈന്യങ്ങളുടെ യഹോവ എന്തിലാണ് ഉത്കൃഷ്ടതയുള്ളവൻ? ഉത്തരം, ജ്ഞാനത്തിൽ. 28-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഉപദേശം പഠിക്കുന്നത്? ഉത്തരം, പിറുപിറുക്കുന്നവർ. 29-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഫറവോന്റെ ദൂതന്മാർ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം, ഹാനേസിൽ. 30-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ മേഘനാദത്താൽ തകർന്നു പോകുന്നത് എന്താണ്? ഉത്തരം, അശൂർ. യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം 31-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്താണ് നിലത്തിലെ വിളവ്? ഉത്തരം, അപ്പം. യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നത് ആരാണ്? ഉത്തരം, കൊല്ലൻ. യെശയ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മഴ ഏതു വൃക്ഷത്തെയാണ് വളർത്തുന്നത്? ഉത്തരം, അശോകം. യെശയ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ശാസന കൊണ്ട് നദികളെ എന്തു ചെയ്യുന്നു? ഉത്തരം, മരുഭൂമികളാക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 50-ാം അധ്യായം 3-ാമത്തെ വാക്യം.
അടുത്ത ചോദ്യം, യഹോവ ആരോടാണ് കരുണ കാണിക്കുന്നത്? ഉത്തരം, തൻ്റെ അരിഷ്ടന്മാരോട്. 49 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, തങ്ങളെ തന്നെ വിശുദ്ധ നഗരമെന്ന് വിളിച്ചവർ ആരാണ്? ഉത്തരം, യാക്കോബ് ഗ്രഹം. 44 അധ്യായം 1, 2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ സ്നേഹിക്കുന്നവർ ആരോടാണ് തൻ്റെ ഭുജബലം അനുഷ്ഠിക്കുന്നത്? ഉത്തരം, കൽദയരോട്. യെശയ്യാവിൻ്റെ പ്രവചനം 48 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, കൽദയപുത്രിയെ തെറ്റിച്ചു കളഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ജ്ഞാനവും വിദ്യയും. യെശയ്യാവിൻ്റെ പ്രവചനം 47 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, അത് കുളിർ മാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയുമല്ല, ഏതാണ്? ഉത്തരം, അഗ്നിജ്വാല. 47 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, കഠിനഹൃദയന്മാർ എന്തിനോടാണ് അകന്നിരിക്കുന്നത്? ഉത്തരം, നീതിയോട്. യെശയ്യാവിൻ്റെ പ്രവചനം 46 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടുന്നത്? ഉത്തരം, ഇസ്രായേൽ. 45 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, വിഗ്രഹമായൊരു മരമെടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ഇല്ലാത്തത് എന്താണ്? ഉത്തരം, അറിവ്. യെശയ്യാവിൻ്റെ പ്രവചനം 45 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകുന്നത് ആരാണ്? ഉത്തരം, കൗശലപ്പണിക്കാർ. യെശയ്യാവിൻ്റെ പ്രവചനം 44 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് തീക്കനലിൽ വേല ചെയ്യുന്നവൻ? ഉത്തരം, കൊല്ലൻ. യെശയ്യാവിൻ്റെ പ്രവചനം 44 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേലിൻ്റെ പാപങ്ങളെ ഏതിനെ പോലെയാണ് മായ്ച്ചു കളയുന്നത്? ഉത്തരം, മേഘത്തെ പോലെ. 44 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, യഹോവ എന്തിനെയൊക്കെയാണ് പരത്തുന്നത്? ഉത്തരം, ഭൂമിയെ അതിലെ ഉൽപ്പന്നങ്ങളെയും. 44 അധ്യായം 24 വാക്യം, 42 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കേണ്ടത് ആരാണ്? ഉത്തരം, ശൈലനിവാസികൾ. യെശയ്യാവിൻ്റെ പ്രവചനം 42 അധ്യായം 11, 12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെയൊക്കെ നാവാണ് വെള്ളം കിട്ടാത്തത് കൊണ്ട് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നത്? ഉത്തരം, എളിയവർ,
ദരിദ്രന്മാർ. യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, സുന്ദരി എന്ന് അർത്ഥം വരുന്ന ഒരു വാക്ക് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ വാക്ക്? ഉത്തരം തന്നുങ്കി. യെശയ്യാവിൻ്റെ പ്രവചനം 47 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, വെള്ളം, കുളം, ഈ 2 വാക്കുകൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം നീർപ്പൊയ്ക. നീർ, വെള്ളം, പൊയ്ക, കുളം. യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഏകനായി വിളിച്ചത് ആരെയാണ്? ഉത്തരം അബ്രഹാമിനെ. യെശയ്യാവിൻ്റെ പ്രവചനം 51 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവൾ ആരാണ്? ഉത്തരം യെരൂശലേം. യെശയ്യാവിൻ്റെ പ്രവചനം 51 അധ്യായം 17, 21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം ആട്. യെശയ്യാവിൻ്റെ പ്രവചനം 53 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, നശിപ്പിപ്പാൻ ദൈവം ആരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഉത്തരം സംഹാരകനെ. യെശയ്യാവിൻ്റെ പ്രവചനം 54 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, പറക്കാരയ്ക്ക് പകരം മുളയ്ക്കുന്നത് എന്താണ്? ഉത്തരം കൊഴുന്ത്. യെശയ്യാവിൻ്റെ പ്രവചനം 55 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, എന്ത് കഴിച്ച് മോദിച്ചു കൊള്ളുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പുഷ്ടഭോജനം. 55 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയേണ്ടത്? ഉത്തരം നീതികെട്ടവൻ. യെശയ്യാവിൻ്റെ പ്രവചനം 55 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ ശബ്ബത്ത് ആചരിക്കുകയും യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും യഹോവയുടെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാർക്ക് എങ്ങനെയുള്ള ശാശ്വത നാമമാണ് കൊടുക്കുന്നത്? ഉത്തരം ഛേദിക്കപ്പെടാത്ത നാമം. യെശയ്യാവിൻ്റെ പ്രവചനം 56 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഉത്തരം നീതിമാൻ. യെശയ്യാവിൻ്റെ പ്രവചനം 57 അധ്യായം 1, 2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എന്തിനെയാണ് കാറ്റ് പാറ്റിക്കൊണ്ട് പോകുന്നത്? ഉത്തരം വിഗ്രഹ സമൂഹത്തെ. യെശയ്യാവിൻ്റെ പ്രവചനം 57 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, കലങ്ങിമറിയുന്ന കടലിലെ വെള്ളം എന്തിനെയൊക്കെയാണ് മേലോട്ട് തള്ളുന്നത്? ഉത്തരം ചേറും ചെളിയും. 57 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, കാഹളം പോലെ ശബ്ദമുയർത്തി ആരോടാണ് പാപങ്ങളെ
അറിയിക്കേണ്ടത്? ഉത്തരം യാക്കോബ് ഗ്രഹത്തിനോട്. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്തിനെയൊക്കെയാണ് നടുവിൽ നിന്ന് നീക്കിക്കളയേണ്ടത്? ഉത്തരം നുകം, വിരൽ ചൂണ്ടുന്നത്, വഷളത്വം, സംസാരിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 54-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കഷ്ടത്തിലിരിക്കുന്നവന് എന്ത് ചെയ്താലാണ് പ്രകാശം ഇരുളിൽ ഉദിക്കുന്നത്? ഉത്തരം തൃപ്തി വരുത്തുകയും ചെയ്താൽ. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നാവ് ജപിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം നീതികേടിനെ. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്താണ് വീഥിയിൽ ഇടറുന്നത്? ഉത്തരം സത്യം. 59-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരോടാണ് പ്രതിക്രിയ ചെയ്യുന്നത്? ഉത്തരം ദ്വീപുവാസികളോട്. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്താണ് ജാതികളെ മൂടുന്നത്? ഉത്തരം കൂരിരുട്ട്. യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, അതിരിനകത്ത് കേൾക്കാത്ത 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ശൂന്യവും നാശവും. യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, അവിവേകികളുടെ ഹൃദയം ഗ്രഹിക്കുന്നത് എന്താണ്? ഉത്തരം പരിജ്ഞാനം. യെശയ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഏതൊരു നിവാസിയും പറയാത്ത ഒരു കാര്യം എന്താണ്? ഉത്തരം എനിക്ക് ദീനമെന്ന്. യെശയ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആകാശത്തിലെ സൈന്യം എന്തിൻ്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയാണ് പൊഴിഞ്ഞ് പോകുന്നത്? ഉത്തരം അത്തിവൃക്ഷത്തിൻ്റെ കായ് പോലെ. യെശയ്യാവിന്റെ പ്രവചനം 34-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വളരും മുൻപേ കരിഞ്ഞു പോയത് എന്താണ്? ഉത്തരം ധാന്യം. യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് കൂശ് രാജാവ്? ഉത്തരം തിർഹാക്ക. യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഹിസ്കിയാവിന്റെ പ്രാണനെ എവിടെ നിന്നാണ് സ്നേഹത്തോടെ യഹോവ രക്ഷിച്ചത്? ഉത്തരം നാശക്കുഴിയിൽ നിന്നും. യെശയ്യാവിന്റെ പ്രവചനം 38-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ധൈര്യപ്പെടേണ്ടത്?
ഉത്തരം മനോഭീതിയുള്ളവർ. യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നീതിയുടെ ഫലങ്ങൾ ഏവ? ഉത്തരം ശാശ്വത വിശ്രാമവും നിർഭയതയും. യെശയ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ന്യായത്തോടെ അധികാരം നടത്തുന്നത്? ഉത്തരം പ്രഭുക്കന്മാർ. യെശയ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ദാഹമുള്ളവർക്ക് പാനം മുടക്കുന്നവൻ ആരാണ്? ഉത്തരം ഭോഷൻ. യെശയ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നടുങ്ങിപ്പോകുന്നത് ആരാണ്? ഉത്തരം ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ. യെശയ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കോലാഹലം ഹേതുവായി ഓടിപ്പോയത് എന്താണ്? ഉത്തരം വംശങ്ങൾ. യെശയ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കുറുക്കന്മാർ കിടന്ന സ്ഥലത്ത് മുളയ്ക്കുന്ന 3 സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം പുല്ല്, ഓട, ഞാങ്ങണ. യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, കുമ്മായം ചുടുന്നത് പോലെ ആകുന്നത് ആരാണ്? ഉത്തരം വംശങ്ങൾ. യെശയ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനം എവിടെയാണ് ധൂപം കാണിക്കുന്നത്? ഉത്തരം ഇഷ്ടികമേൽ. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 2, 3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കന്നുകാലികൾക്ക് കിടപ്പിടം എവിടെയാണ്? ഉത്തരം ആഖൂർ താഴ്വര. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, സർപ്പത്തിൻ്റെ ആഹാരം എന്താണ്? ഉത്തരം പൊടി. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മന്ദിരത്തിൽ നിന്ന് എന്താണ് കേൾക്കുന്നത്? ഉത്തരം നാദം, യഹോവയുടെ നാദം. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, അസ്ഥികൾ തഴയ്ക്കുന്നത് എന്തുപോലെയാണ്? ഉത്തരം ഇളംപുല്ല് പോലെ. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വില്ലാളികൾ ആരൊക്കെയാണ്? ഉത്തരം പൂൽ, ലൂദ്. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോനിലെ ദുഃഖിതന്മാർക്ക് ദുഃഖത്തിന് പകരം എന്താണ് കൊടുക്കുന്നത്? ഉത്തരം ആനന്ദ തൈലം. യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മോശയുടെ കാലം ഏതാണ്?
ഉത്തരം പുരാതന കാലം. യെശയ്യാവിൻ്റെ പ്രവചനം 63 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, മരുഭൂമിയായി തീർന്നിരിക്കുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം സിയോൻ. യെശയ്യാവിൻ്റെ പ്രവചനം 64 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കുന്നത്? ഉത്തരം പരദേശക്കാർ. യെശയ്യാവിൻ്റെ പ്രവചനം 61 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, യഹോവ വെറുക്കുന്നത് എന്തിനെയാണ്? ഉത്തരം അന്യായമായ കവർച്ചയെ. യെശയ്യാവിൻ്റെ പ്രവചനം 61 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് എന്താണ്? ഉത്തരം തോട്ടം. യെശയ്യാവിൻ്റെ പ്രവചനം 61 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് യഹോവ തൻ്റെ ക്രോധത്തിൽ തകർത്തത്? ഉത്തരം ജാതികളെ. യെശയ്യാവിൻ്റെ പ്രവചനം 63 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ഷെമാമ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ശൂന്യം. യെശയ്യാവിൻ്റെ പ്രവചനം 62 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, രാവും പകലും ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം കാവൽക്കാരെക്കുറിച്ച്. യെശയ്യാവിൻ്റെ പ്രവചനം 62 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, യഹോവ എങ്ങനെയുള്ള മനുഷ്യനെയാണ് കടാക്ഷിക്കുന്നത്? ഇത് 3 കാര്യങ്ങളുണ്ട്. ഏതെല്ലാമാണ്? ഉത്തരം അരിഷ്ടൻ, മനസ്സു തകർന്നവൻ, യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവൻ. യെശയ്യാവിൻ്റെ പ്രവചനം 66 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, 10 അധ്യായം മുതൽ 20 അധ്യായം വരെ കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഉത്തരം കഴുകൻ 18:6, മൂങ്ങ ഒട്ടകപക്ഷി 13:21. അടുത്ത ചോദ്യം, 20 അധ്യായം മുതൽ 30 അധ്യായം വരെ കാണുന്ന സംഗീത ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വീണ, കിന്നരം, തപ്പ്, കുഴൽ. 23:6, 24:8, 30:29. അടുത്ത ചോദ്യം, ഒരു വൃക്ഷത്തിൻ്റെ കറയാണ് കുന്തിരിക്കം. ഏതാണ് ആ വൃക്ഷം? ഉത്തരം പൈൻ. യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, ചെവി തരേണ്ടത് ആരാണ്? ഉത്തരം ഭൂമി. യെശയ്യാവിൻ്റെ പ്രവചനം 1 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, രോഗം പിടിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഹൃദയം മുഴുവനും. യെശയ്യാവിൻ്റെ പ്രവചനം 1 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്ന മൃഗം ഏതാണ്? ഉത്തരം കഴുത. യെശയ്യാവിൻ്റെ പ്രവചനം 1 അധ്യായം
3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നെങ്കിൽ നാം ഏതിന് സദൃശ്യമാകുമായിരുന്നു? ഉത്തരം, ഗോമോറയ്ക്ക്. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് വെറുപ്പ് എന്താണ്? ഉത്തരം, ധൂപം. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, എന്ത് ചെയ്യുന്നത് മതിയാക്കുവിൻ? ഉത്തരം, തിന്മ. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ വിധി കൽപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം, ബഹുവംശങ്ങൾക്ക്. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അവർ പൂർവദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫിലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. ആരാണ്? ഉത്തരം, യാക്കോബ് ഗ്രഹം. 2-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി, ഇവരെ വാഴുന്നത് ആരാണ്? ഉത്തരം, ശിശുക്കൾ. യെശയ്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 2-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എന്താണ് ഇസ്രായേലിന്റെ രക്ഷിതഗണത്തിന് മഹിമയും അഴകും ഉള്ളത്? ഉത്തരം, ഭൂമിയുടെ ഫലം. 4-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും നീക്കി വെടിപ്പാക്കുന്നത് എന്താണ്? ഉത്തരം, യെരൂശലേമിന്റെ രക്തപാതകം. 4-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടത്തിന്റെ നടുതലയായിരിക്കുന്നത് ആരാണ്? ഉത്തരം, യഹൂദ പുരുഷന്മാർ. 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അതികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർ എന്താണ് നോക്കാത്തത്? ഉത്തരം, യഹോവയുടെ പ്രവൃത്തിയെ. യെശയ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എന്താണ് വിറയ്ക്കുന്നത്? ഉത്തരം, മലകൾ. യെശയ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത ചോദ്യം, ബന്ധപ്പെട്ട് വേഗത്തിൽ വരും ആരാണ്? ഉത്തരം, ദൂരത്തുള്ള ജാതികൾ. 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പാഴായി പോകുന്നത് എന്താണ്? ഉത്തരം, ദേശം. 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും എന്തുപോലെ തീക്ക് ഇരയായിത്തീരും? ഉത്തരം, വിറക് പോലെ. 9-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, കർക്കമീശിനെ പോലെയല്ലയോ ആരാണ്? ഉത്തരം, കൽനോ. 10-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, അണലിയുടെ പൊത്തിൽ കൈയിടുന്നത് ആരാണ്? ഉത്തരം, മുലകുടി മാറിയ പൈതൽ. യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ആരുടെ കണ്ണുകടിയാണ്
നീങ്ങിപ്പോകുന്നത്? ഉത്തരം എഫ്രൈമിൻ്റെ 11-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെയാണ് വീരന്മാർ ഉല്ലസിക്കുന്നത്? ഉത്തരം ഗർവത്തോടെ. 13-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ആരുടെ നിഗളത്തെയാണ് യഹോവ താഴ്ത്തുന്നത്? ഉത്തരം ഉഗ്രന്മാരുടെ. 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഓഫീർ തങ്കത്തേക്കാൾ ദുർബലമാക്കുന്നത് ആരെയാണ്? ഉത്തരം ഒരു മനുഷ്യനെ. 13-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, വാളാൽ വീഴുന്നത് ആരാണ്? ഉത്തരം പിടിപെടുന്നവൻ. 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പൊന്നിൽ താല്പര്യമില്ലാത്തവർ ആരാണ്? ഉത്തരം മേദ്യർ. 13-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഒടിച്ചു കളഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ദുഷ്ടന്മാരുടെ വഴിയും വാഴുന്നവരുടെ ചെങ്കോലും. യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, താന്താൻ്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നത് ആരാണ്? ഉത്തരം ജാതികളുടെ രാജാക്കന്മാർ. 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നും നിലനിൽക്കാത്ത നാമം ഏതാണ്? ഉത്തരം ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ. 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ബാബേലിൽ നിന്ന് ഛേദിച്ചു കളയുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം പേര്, ശേഷിപ്പ്, പുത്രൻ, പൗത്രൻ. യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഭയമില്ലാതെ കിടക്കുന്നത് ആരാണ്? ഉത്തരം ദരിദ്രന്മാർ. 14-ാം അധ്യായം 30-ാം വാക്യം. അടുത്ത ചോദ്യം, ആരുടെയൊക്കെ ഒച്ചയാണ് യഹസ്വരെ കേൾക്കുന്നത്? ഉത്തരം ഹെശ്ബോന്റെയും എലയാലയുടെയും. 15-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, മോബാബിൻ്റെ കൂക്കൽ ഏതുവരെ എത്തിയിരിക്കുന്നു? ഉത്തരം ബെർ എലീം വരെ. 15-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, കാണിച്ചു കൊടുക്കരുത് ആരെയാണ്? ഉത്തരം അലഞ്ഞു നടക്കുന്നവരെ. 16-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ദൈവവചന പഠനത്തിന് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇത് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.